ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് മൊഡ്യൂള് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ചാപ്റ്ററുകളാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണി, സോഴ്സ് ഓഫ് ഫിനാൻസും. അപ്പോൾ മൊഡ്യൂൾ 1 ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതിൽ 2 ചാപ്റ്ററുകളാണ്. ഒരു ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണി, മറ്റൊരു ചാപ്റ്റർ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഈ ഒരു കോൺസെപ്റ്റ് പഠനത്തിന് മുമ്പായിട്ട് നമ്മുടെ പേപ്പറിൻ്റെ പേരെന്താണ്? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ടേമുകൾ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ടതുണ്ട്. അതിൽ വരുന്ന ഒരു ടേമാണ് എന്താണ് ഫൈനാൻസ്. ഫിനാൻസ് എന്നും പ്രൊണൗൺസ് ചെയ്ത് കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഫൈനാൻസ് എന്നും അതിൻ്റെ ഡെഫിനിഷനും എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദ വേർഡ് ഫൈനാൻസ് കംസ് ഫ്രം ആൻ ഓൾഡ് ഫ്രഞ്ച് വേർഡ് ഫൈൻ. ഇറ്റ് മീൻസ് ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ്. ഫൈനാൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഓൾഡ് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഫൈൻ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഈ ഫൈൻ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ടു പേ, അല്ലെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക, പൈസ നൽകുക, സെറ്റിൽ ചെയ്യുക ഓർ ഫിനിഷ്. അപ്പോൾ ഒരു കാര്യം പൂർത്തീകരിക്കുക എന്നതാണ് ഫൈനാൻസ് എന്ന് പറയുന്ന ടേമോട് നമ്മൾ അർത്ഥമാക്കുന്നത്, അല്ലേ. ഫൈനാൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തുള്ളത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഫൈനാണ്. ആ ഫൈൻ്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം നടപ്പാക്കുക, പേ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ വളരെ അധികം കേട്ട് പരിചയമുള്ള ടേമാണെന്ത്? ഫൈനാൻസ്. ഇനി നമുക്ക് ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ദി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അഭിപ്രായത്തിൽ ദ വേർഡ് ഫൈനാൻസ് മീൻസ്, ഫൈനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മണി. അപ്പോൾ സിമ്പിളായൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ സിമ്പിളായൊരു ഡെഫിനേഷൻ ആണ്. ഫൈനാൻസ് എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് മണി, പണം എങ്ങനെ മാനേജ് ചെയ്യും, അതാണ് ഫൈനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഫൈനാൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനേഷൻ നോക്കാം. ഇൻ ദി വേർഡ്സ് ഓഫ് പ്രന്തർ ആൻഡ് വേർട്ട്, ഫൈനാൻസിങ് കൺസിസ്റ്റ് ഓഫ് റൈസിങ്, പ്രൊവൈഡിങ്, മാനേജിങ് ഓഫ് ഓൾ ദി മണി, ക്യാപിറ്റൽ, ഫണ്ട്സ് ഓഫ് എനി കൈൻഡ് ടു ബി യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രീതിയിലാണോ നമ്മൾ പണം ഉപയോഗിക്കുന്നത് അതിൻ്റെ പറഞ്ഞ പേരാണെന്ത്? ഫൈനാൻസ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലാണോ നമ്മൾ പണം ഉപയോഗിക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മീനിങ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മുടെ ബുക്കിൻ്റെ പേരെന്താണ്? ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീനിങ്ങും ഡെഫിനിഷനും എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു റൈസിങ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഓവറാൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ ഓവറാളായിട്ടുള്ള ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടി, ഓവറാളുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഫണ്ട് റേസ് ചെയ്യണത്, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യമാണ്, അല്ലേ. ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യണത്, ആ ഫണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? റെഫേഴ്സ് ടു ദി റേസിങ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഏതൊക്കെ സോഴ്സ് നമ്മൾ പണം കണ്ടെത്തുന്നുവോ അത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓവറോളുള്ള ലക്ഷ്യം. അപ്പോൾ കംപ്ലീറ്റ് ആയി പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഓവറോളായിട്ടുള്ള ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ നിന്നാണ് നമ്മൾ പണം കണ്ടെത്തുന്നത്, ആ കണ്ടെത്തിയ പണം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു മീനിങ് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫേംസ് ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കൃത്യമായിട്ട് പ്ലാനിങ്ങും കൺട്രോളും ചെയ്യുന്നതിനാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദി
ഫേംസ് ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഒരു ഫേമിൻ്റെ ഫൈനാൻഷ്യൽ റിസോഴ്സ് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അത് കൺട്രോൾ ചെയ്യാം. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഇൻ ദി വേർഡ്സ് ഓഫ് P.G. ഹാസ്റ്റിംഗ്. ഹാസ്റ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ്, വളരെ പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റൈസിങ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി. അല്ലേ, ഒരു കലയാണ്. എന്തിൻ്റെ കലയാണ്? റൈസിങ്, പണം എങ്ങനെ നമുക്ക് കണ്ടെത്താം, ആൻഡ് സ്പെൻഡിങ്, എങ്ങനെ ചിലവാക്കാം. നമ്മൾ തന്നെ ജീവിതത്തിൽ പഠിക്കേണ്ട എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെ സോഴ്സ് നമുക്ക് പണം ഉണ്ടാക്കാം, ആ ഉണ്ടാക്കിയ പണം എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, അതാണെന്ത്? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് ഫൈനാൻസ്. സിമ്പിളായിട്ട് പറഞ്ഞത് എന്താ? മാനേജ്മെൻറ്റ് ഓഫ് ഫൈനാൻസ് ആണെന്ത്? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ആർച്ചർ ആൻഡ് ആംബ്രോസിയോ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഫങ്ഷൻസ് ഇൻ ടു ദി ഫൈനാൻസ് ഫങ്ഷൻ. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഫൈനാൻസ് ഫങ്ഷനിൽ ഉപയോഗിക്കുക. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയ ഉണ്ട്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അത് ഫൈനാൻസിൽ ഉപയോഗിക്കുക. അതായത് ഇവിടെ രണ്ട് ടേമാണല്ലേ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്താണ് ഫൈനാൻസ്, എന്താണ് മാനേജ്മെൻറ്റ്? ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകലാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് പറയുന്ന ടോപ്പിക്കാണെന്ന് ടൈം വാല്യൂ ഓഫ് മണി, TVM എന്ന് ഷോർട്ടായിട്ട് പറയും. ടൈം വാല്യൂ ഓഫ് മണിയോട് അർത്ഥമാക്കുന്നത് സമയത്തിനനുസരിച്ച് വാല്യൂ ഓഫ് മണിയിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പഠിച്ചാൽ ഒരാളുടെ കയ്യിൽ 2000 എന്തുണ്ട്, ഒരു 5 ലക്ഷം രൂപ ഉണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കുക, ആ 5 ലക്ഷത്തിന് 2026 5 ലക്ഷത്തിൻ്റെ മൂല്യമാണോ? അല്ലേ, ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ മൂല്യം എന്തുണ്ട്, അന്നത്തെ 5 ലക്ഷത്തിന് ഇന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ടൈം മാറി. അപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് എന്ത് മാറും? വാല്യൂ ഓഫ് മണിയിൽ മാറും. ഇനി 2026 ഉള്ള മൂല്യം ആവില്ല എന്ത് 2027 2030 അല്ലേ. ടൈം മാറുന്നതിനും വാല്യൂ ഓഫ് മണിയിൽ മാറ്റം വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. The concept of time value of money based on the fact that money has a time value. പണത്തിന് എന്തുണ്ട്? ടൈം വാല്യൂ ഉണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഈ ഒരു ടേമാണ് മണി ഹാസ് എ ടൈം വാല്യൂ. ദിസ് മീൻസ്, അത് അർത്ഥമാക്കുന്നത് ദാറ്റ് ദി വാല്യൂ ഓഫ് മണി ഡിപ്പെൻഡ് അപ്പോൺ ടൈം. വാല്യൂ ഓഫ് മണി എന്തുമായിട്ട് ഡിപ്പെൻഡ് അപ്പോൺ ആണ്? അല്ലേ, സമയത്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് എന്ത് വരും? പണത്തിൽ മാറ്റം വരും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അല്ലേ. അതിപ്പോൾ നമുക്ക് കിട്ടണം, നാളെ കിട്ടിയിട്ട് കാര്യമില്ല. ഒരാൾ പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ തരാം. നാളെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ആവശ്യം എപ്പോഴാണ്? ഇപ്പോഴാണ്. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ ടൈമാണ്. വാല്യൂ ഓഫ് മണി ഡിപ്പെൻഡ് അപ്പോൺ ടൈമാണ്. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് മണി ചേഞ്ച് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അല്ലേ. പീരിയഡ് ഓഫ് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? വാല്യൂ ഓഫ് മണിയിൽ മാറ്റം വരും. ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷനാണ് ടൈം വാല്യൂ ഓഫ് മണിയുമായി ബന്ധപ്പെട്ട്. എ റുപ്പി റിസീവ് ടുഡേ മോർ ദാൻ വർത്ത് ടുമോറോ. ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന 1 രൂപക്ക് നാളെ എന്തുണ്ട്? അതിലേറെ വർത്ത് ഉണ്ട്. അപ്പോൾ എന്താണ് ടൈം വാല്യൂ ഓഫ് മണിയുടെ ഒരു പ്രധാനപ്പെട്ട കോട്ടിംഗ് ആണ് എ റുപ്പി റിസീവ് ടുഡേ. നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന 1 രൂപക്ക്, അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ, മോർ ദാൻ വാട്ട് ടുമോറോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് നാളെ എന്തുണ്ട്? അതിലേറെ മൂല്യം ഉണ്ട് എന്നതാണ് ഈ ഒരു കോട്ടിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു മീനിങ് നോക്കാം. ദ ടൈം വാല്യൂ ഓഫ് മണി റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് മണി വിത്ത് ചേഞ്ച് ഇൻ ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? വാല്യൂ ഓഫ് മണിയിൽ മാറ്റമുണ്ട്. അപ്പോൾ ഒക്കെ സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് മണി വിത്ത് ചേഞ്ച് ഇൻ ടൈം? വാല്യൂ ഓഫ് മണി എന്തിനനുസരിച്ച് മാറും? ടൈം മാറുന്നതനുസരിച്ച് വാല്യൂ ഓഫ് മണിയിലും മാറ്റം വരും. മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ദ വാല്യൂ ഡിറൈവ്ഡ് ഫ്രം യൂസ് ഓഫ് മണി ഓവർ ടൈം ആസ് എ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ്.
വാല്യൂ ഓഫ് മണിയിൽ മാറ്റം വരും. നമ്മളൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അത് റീഇൻവെസ്റ്റ് ചെയ്തതിലും വാല്യൂ എന്ത് ചെയ്യും, മാറ്റം വരും. ടൈമിനനുസരിച്ച് വാല്യൂവിൽ മാറ്റം വരും. അപ്പോൾ ടൈമിനനുസരിച്ച് വാല്യൂവിൽ വരുന്ന മാറ്റത്തിനാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റോട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് റീസൺ ഫോർ ടൈം വാല്യൂ ഓഫ് മണി. എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഈ വാല്യൂവിൽ മാറ്റം വരാൻ കാരണം, ടൈമിനനുസരിച്ച് വാല്യൂ ഓഫ് മണിയിൽ മാറ്റം വരാൻ കാരണം? അതിൽ ഒന്നാണ് അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക്. മണി ഈസ് നൗ സെർട്ടൈൻ. നമ്മുടെ കയ്യിൽ എപ്പോഴുള്ള പണം എന്താണ്, സെർട്ടൈൻ ആണ്. ബട്ട് മണി റിസീവ്ഡ് ടുമോറോ ഈസ് അൺസെർട്ടൈൻ. നാളെ നമുക്ക് കിട്ടുന്ന പൈസ എന്തായിരിക്കും, അൺസെർട്ടൈൻ ആയിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പണം ഉണ്ടെങ്കിൽ അത് സെർട്ടൈൻ ആണ്. പക്ഷേ നമുക്ക് നാളെ എത്ര അല്ലേ, അതെന്താണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നാളെ കിട്ടുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് എന്ത്, ഒരു റീസൺ. അപ്പോൾ ഒരു റീസൺ എന്താണ്, അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക്. അൺസെർട്ടനിറ്റിയും റിസ്ക്കും കൂടുതലാണ് എന്തിന്, മണിക്ക് അൺസെർട്ടനിറ്റിയും റിസ്ക്കും കൂടുതലാണ്. രണ്ടാണ് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ. നമ്മളൊക്കെ എല്ലാവരും ഇപ്പോഴത്തെ ആവശ്യത്തിനാണ് എന്ത് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾ പറയാം. അതിന് മുമ്പ് ആൻ ഇൻഡിവിജ്വൽ ജനറലി പ്രിഫർ കറണ്ട് കൺസംഷൻ. എല്ലാവരും എന്താണ്, ഇപ്പോഴത്തെ ആവശ്യത്തിനാണ് എന്ത് പ്രാധാന്യം നൽകുന്നത് അല്ലേ. നമ്മൾ പിന്നീട് എന്ത് ചെയ്യില്ല, നാളേക്ക് മാറ്റി വെക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും പ്രസൻറ്റ് കൺസംഷനാണ് പ്രാധാന്യം നൽകുന്നത്. അതും എന്താണ്, വൺ ഓഫ് ദി റീസൺ ഫോർ ടൈം വാല്യൂ ഓഫ് മണി ആണ്. അതായത് എ ചൈൽഡ് വാണ്ട് ആൻ ഐസ്ക്രീം ടുഡേ റാദർ ദാൻ ടുമോറോ. ഒരു കുട്ടി പറയാണ് എനിക്കിപ്പോൾ ഐസ്ക്രീം വേണം. ആ കുട്ടീനോട് പറയാണ് നാളെ ഐസ്ക്രീം വാങ്ങിത്തരാം. ആ കുട്ടി സമ്മതിക്കുമോ, ഇല്ല. എന്താണ്, ആ കുട്ടിയുടെ ആവശ്യം എന്താണ്, ഇപ്പോൾ കിട്ടണമെന്നാണ്. അതുകൊണ്ടാണ് അല്ലേ നമുക്ക് എല്ലാവരും പ്രാധാന്യം എന്താണ്, പ്രസൻറ്റ് കൺസംഷനാണ് പ്രാധാന്യം. എന്തിനല്ല, ഫ്യൂച്ചർക്കല്ല. അപ്പോൾ രണ്ട് റീസണാണ് പറഞ്ഞത്. ഒന്ന് അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക്. രണ്ട് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ഈ പ്രസൻറ്റ് കൺസംഷനിൽ പറയാം. ഒരാൾക്ക് ഇന്ന് ഒരു 5000 രൂപ വേണം അല്ലേ, നമ്മൾ പറയാണ് നിങ്ങൾക്ക് നാളെ വെച്ച് ഞാൻ തരാം. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കിട്ടേണ്ട ആവശ്യത്തിന് എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടണം. പ്രസൻറ്റ് കൺസംഷനാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പണത്തിൻ്റെ മൂല്യം ടൈമിനനുസരിച്ച് മാറുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ റീസൺ ആണ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മൾ ബാങ്കിലോ മറ്റു റിയൽ എസ്റ്റേറ്റിലോ ഷെയറിലോ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഗോൾഡിലോ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. മണി റിസീവ്ഡ് ടുഡേ ക്യാൻ ബി ഇൻവെസ്റ്റഡ്. ഇന്ന് കിട്ടുന്ന പണം എന്ത് ചെയ്യുക, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദിസ് വിൽ ഏൺ ഇൻട്രസ്റ്റ്. അതെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും. അറ്റ് സെയിം ടൈം മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ കാനോട്ട് ബി ഇൻവെസ്റ്റഡ് നൗ. നമുക്ക് ഭാവിയിൽ കിട്ടുന്ന, നാളെ കിട്ടുന്ന പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ നമ്മൾ ഇന്ന് കിട്ടുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതി തന്നെയാണ് ജീവിതത്തിലും ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇന്ന് കിട്ടുന്ന പൈസ ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് മോർ പർച്ചേസിങ് പവർ. ഇൻ ആൻ ഇൻഫ്ലേഷണറി എക്കോണമി മണി റിസീവ്ഡ് ടുഡേ ഹാസ് മോർ പർച്ചേസിങ് പവർ ദാൻ മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ഇന്ന് കിട്ടുന്ന പൈസക്ക് കൂടുതൽ, ഇന്ന് ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ട്, അയാൾ എന്ത് ചെയ്യും, ആ പൈസക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. നാളെ കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ ഇന്നത്തെ പൈസക്ക് പ്രാധാന്യം കൊടുക്കും. അതാണ് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പർച്ചേസിങ് പവറും കൂടും. അപ്പോൾ 4 റീസണാണ് പറഞ്ഞത്. ഒന്ന് അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക്. 2 അല്ലേ എന്താണ്, പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ ആണ്. 3 ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. 4 മോർ പർച്ചേസിങ് പവർ. ഈ 4 റീസൺ കൊണ്ടാണ്
എന്തിൽ വരുന്നത്? ടൈമിനനുസരിച്ച് വാല്യൂ ഓഫ് മണിയിൽ മാറ്റം വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഫസ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് മെഷർ വർത്ത് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് അളക്കാൻ പറ്റുന്ന ഒന്നാണ് ടൈം വാല്യൂ ഓഫ് മണി. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഫിനാൻസിങ് ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണെന്ത്? ടൈം വാല്യൂ ഓഫ് മണി. ഇല്ല, നമുക്ക് പണത്തിന് എന്ത് മാറ്റം വരും അതിലൂടെ എന്ത് ചെയ്യുക? ഒരു ഫൈനാൻസിങ് ഡിസിഷൻസ് തീരുമാനിക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ ക്രെഡിറ്റ് പോളിസീസ്. ഏത് ക്രെഡിറ്റ് പോളിസി വരും എന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടിറ്റി. എങ്ങനെയൊക്കെ റിസ്ക് വരും, എങ്ങനെയൊക്കെ അൺസർട്ടിറ്റി ഉണ്ടാവും എന്ന കാര്യം കൂടി നമുക്ക് ഇതിലൂടെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി പറഞ്ഞു, അതിൻ്റെ റീസൺസ് പറഞ്ഞു, അതുപോലെ തന്നെ നീഡ്സ് ഫോർ ടൈം വാല്യൂ ഓഫ് മണി പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ടെക്നിക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇവിടെ പ്രോബ്ലംസും കൂടി ഉണ്ട്. ടെക്നിക്സ് ഓർ കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. 2 ടെക്നിക്കാണ്. ഒന്ന് ഫ്യൂച്ചർ മണി കണ്ടെത്തുക, മറ്റൊന്ന് പ്രസൻറ്റ് മണി കണ്ടെത്തുക. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി ഈസ് കോൾഡ് കോമ്പൗണ്ടിങ്. നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടത്, പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ട് ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടെത്തുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് കോമ്പൗണ്ടിങ്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണിക്ക് പ്രധാനമായിട്ട് 2 ടെക്നിക്കാണുള്ളത്. ഒന്ന് കോമ്പൗണ്ടിങ്ങും മറ്റൊന്ന് ഡിസ്കൗണ്ടിങ്ങും. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ടിങ് ഫ്യൂച്ചർ വാല്യൂ. കറക്റ്റ് മനസ്സിലാക്കുക, ഫൈൻഡ് ഔട്ടിങ് ഫ്യൂച്ചർ വാല്യൂ ആണെന്ത്? കോമ്പൗണ്ടിങ്. അതായത് പ്രസൻറ്റ് വാല്യൂ നമുക്ക് തരും, അതിലൂടെ എന്ത് ചെയ്യുക? ഫ്യൂച്ചർ. ഇന്ന് നമ്മളുടെ കയ്യിൽ ഇത്ര രൂപ ഉണ്ട്, ആ ഇത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇത്ര രൂപ കിട്ടും. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈം വാല്യൂ ഓഫ് മണിയുടെ ടെക്നിക്കിനെ പറഞ്ഞ പേരാണിത് കോമ്പൗണ്ടിങ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. സെക്കൻഡ്, ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി ഈസ് കാൾഡ് ഡിസ്കൗണ്ടിങ്. പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടെത്തുന്നതെങ്കിൽ ഡിസ്കൗണ്ടിങ് എന്നും, ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടെത്തുന്നതെങ്കിൽ കോമ്പൗണ്ടിങ് എന്നും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കോമ്പൗണ്ടിങ് വാല്യൂ കോൺസെപ്റ്റ് ഓർ കോമ്പൗണ്ടിങ് ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയിൽ 2 ടെക്നിക്കാണെന്ന് പറഞ്ഞു. ഒന്ന് കോമ്പൗണ്ടിങ്ങും മറ്റൊന്ന് ഡിസ്കൗണ്ടിങ്ങും. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ദ കോമ്പൗണ്ടിങ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദി പ്രസൻറ്റ് മണി. നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്തുന്നതിനാണ് പറഞ്ഞത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോമ്പൗണ്ട് ടെക്നിക്ക് എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ FV കണ്ടെത്തുന്നതിനാണെന്ന് പറഞ്ഞത് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ 10,000 രൂപ 5 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്യാണ്. 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6% ഇൻട്രസ്റ്റ് എങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? അതാണ് ഇവിടെ കോമ്പൗണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ദി സെയിം ആസ് ദി കൺസെപ്റ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സെയിം കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് കൂട്ടുപലിശ. സാധാരണ പലിശയും പഠിച്ചിട്ടുണ്ടായിരിക്കും, കൂട്ടുപലിശയും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് മീൻസ് പ്രോസസ് ഓഫ് ഏണിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്. അല്ലെ, ഇൻട്രസ്റ്റിന് മുകളിൽ എന്ത് ചെയ്യും? വീണ്ടും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് കോമ്പൗണ്ടിങ്ങിൽ വരുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് ടു ദി പ്രിൻസിപ്പൽ ആൻഡ് ഇൻ ദി നെക്സ്റ്റ് പീരിയഡ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ന്യൂ ഇൻക്രീസ്ഡ് എമൗണ്ട്. നമ്മൾ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും, എന്നിട്ടാണ് അടുത്ത വർഷത്തിൻ്റെ കാണുക. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിനെന്ത് പറയുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു പേരാണിത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ മറ്റൊരു പേരാണിത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ നമ്മൾ 10% ഇൻട്രസ്റ്റ് എങ്കിൽ, ഇല്ല, ഫസ്റ്റ് വർഷം എന്ത് ചെയ്യും? 1000 രൂപ കിട്ടും.
ദെൻ ഈ അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കാണുക ഇതിനല്ല, ഈ 10,000 രൂപക്കല്ല. സാധാരണ പലിശയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 10,000 രൂപയ്ക്ക് തന്നെയാണ് വീണ്ടും ഇൻട്രസ്റ്റ് കാണുക. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 10,000 കൂടെ ഈ 1000 രൂപ കൂട്ടും, ഇൻട്രസ്റ്റ് കൂട്ടും. പിന്നെ ദെൻ 11,000 അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കാണുക. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും, പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. നെക്സ്റ്റ് കോമ്പൗണ്ടിങ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. ഒരു 4 മെത്തേഡ്സാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്യൂച്ചർ വാല്യൂ സിംഗിൾ ക്യാഷ് ഫ്ലോ. സിംഗിൾ ക്യാഷ് ഫ്ലോ വെച്ചിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്താനുള്ള മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് FV ഈക്വൽ ടു P ഇൻറ്റു 1 + R⁻n. വേർ FV എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ ആണ്. FV ഫ്യൂച്ചർ വാല്യൂ ആണ്. P എന്താണ്, പ്രിൻസിപ്പൽ അറ്റ് ദി ബിഗിനിങ്, എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണ് P. R എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ്. N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, എത്ര വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണ് N. അപ്പോൾ സിമ്പിളായുള്ള ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് കോമ്പൗണ്ട് വാല്യൂ വെൻ ₹10,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 3 years അറ്റ് 8% ഇൻട്രസ്റ്റ് പെർ ആനം. 10,000 രൂപ 3 വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് തിരിച്ച് കിട്ടും, 8% ഇൻട്രസ്റ്റ് അടക്കം എത്ര രൂപ കിട്ടും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ എഴുതുക. FV ഈക്വൽ ടു, ഇല്ല ഇവിടെ ഒറ്റ എമൗണ്ട് ഉള്ളൂ, സിംഗിൾ ക്യാഷ് ഫ്ലോ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. FV ഈക്വൽ ടു P എത്രയാണ്, 10,000 ആണ്. ദെൻ 1 പോലെ തന്നെ എഴുതുക. R എത്രയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. എത്ര കാലാവധിക്കാണ്, 3 വർഷത്തേക്കാണ്. അപ്പോൾ റേസ് ടു 3. അപ്പോൾ 10,000 ഇൻറ്റു 1 + 8% റേസ് ടു 3 എന്ന് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 10,000 ഇൻറ്റു 1 + 0.08 റേസ് ടു 3. അതായത് 8% എന്ന് പറഞ്ഞാൽ എങ്ങനെ 0.08 കിട്ടും ചോദിച്ചിട്ടുണ്ടായിരിക്കും. 8% എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, വാല്യൂ കാണുക വെച്ചാൽ 0.08 ആണ്. അതറിയാത്തവർക്ക് 100/8 ചെയ്താൽ മതി. ഓക്കെ അല്ല, 100% നമ്മൾ ശതമാനം പറയുമ്പോൾ അപ്പോൾ ഏതിൻ്റെയും വാല്യൂ കാണണമെങ്കിൽ 100/ ആ സംഖ്യ ചെയ്താൽ ഇവിടെ 8 ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് 0.08 എന്ന് കിട്ടും. ഓക്കെ അല്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ഈ ഒരു ക്രിയ ചെയ്യണം, എന്ന് ശേഷം മാത്രമേ ഗുണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1.2597 കിട്ടും. അത് 10,000 ഗുണിച്ച് കഴിഞ്ഞാൽ 12,597 കിട്ടും. ആ 10,000 രൂപ 3 വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ 12,597 രൂപ ലഭിക്കും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. 3 മാർക്കിന് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നല്ല രീതിയിൽ പ്രാധാന്യം നൽകുക. സെക്കൻഡ് മെത്തേഡാണ് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരിയഡ് ഓർ നോൺ ആനുവൽ കോമ്പൗണ്ടിങ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞിരുന്നത് ആനുവൽ കോമ്പൗണ്ടിങ് ആണ്, അതായത് വർഷത്തിലാണ് കോമ്പൗണ്ടിങ് നടക്കുന്നത്. മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡിൽ വർഷത്തിൽ അല്ല കോമ്പൗണ്ടിങ് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കും. ഇഫ് ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ടിങ് നടക്കണമെങ്കിൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വർഷത്തിൽ വരുന്ന ഇൻട്രസ്റ്റ് ഈസ് ടു ബി ഡിവൈഡഡ്, നമ്മൾ ഹരിക്കണം ബൈ 2. നമ്മൾ ഹാഫ് എപ്പോഴും എടുക്കുക 2/8 ഹാഫ് ഇയർലി ആണെങ്കിൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, 2/8 ഹരിക്കണം. ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ടു ബി മൾട്ടിപ്പിൾഡ് ബൈ 2. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യണം, 2/8 ഗുണിക്കുകയും വേണം. ഇനി സെക്കൻഡ് കേസിൽ ക്വാർട്ടർലി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് ടു ബി ഡിവൈഡഡ് ബൈ 4. ക്വാർട്ടർലി നമ്മൾ 4 എടുക്കുക, ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം
4 ഹരിക്കണം ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ടു ബി മൾട്ടിപ്പിൾഡ് ബൈ 4. അപ്പോൾ 2 കേസാണ് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ്ങിൽ പറഞ്ഞത്. ഒന്ന് ഹാഫ് ഇയർലി ആണെങ്കിൽ ഇൻട്രസ്റ്റ് 2 ഹരിച്ചിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഗുണിക്കണം. ഇനി ക്വാർട്ടർലി ആണെങ്കിൽ ഇൻട്രസ്റ്റ് 4 ഹരിച്ചിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് 4 ഗുണിക്കണം. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. എഫ് വി ഈക്വൽ ടു 1 + r ഡിവൈഡഡ് ബൈ എം റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ കൂടിയിട്ടുള്ളൂ, ഒരു എം കൂടുതൽ വന്നു. എം എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ഫോർ വിച്ച് കോമ്പൗണ്ടിങ് ഈസ് ടു ബി ഡൺ. എത്ര തവണയാണ് കോമ്പൗണ്ടിങ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇൻട്രസ്റ്റിനെ എം ആയിട്ട് അടിച്ചു, ദെൻ നമ്പർ ഓഫ് ഫീസിനെ എം ആയിട്ട് ഗുണിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ആ ഇക്വേഷൻ ജസ്റ്റ് മനസ്സിലാക്കുക. മിസ്റ്റർ എ ഡെപ്പോസിറ്റ് 2000 അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇയർ ഫോർ 30 years in his saving account, paying 5% interest compounded annually. Find the sum of money he will have at the end of the 5th year. മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സേവിങ് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും 2000 രൂപ നിക്ഷേപിക്കുന്നു. അങ്ങനെ 30 വർഷമായിട്ട് തുടർച്ചയായിട്ട് എന്തുണ്ട്, ഇയാൾ 2000 രൂപ അദ്ദേഹത്തിൻ്റെ സേവിങ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. പേയിങ് 5% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. അദ്ദേഹത്തിന് ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5%. ഫൈൻഡ് ദി സം ഓഫ് മണി ഹി വിൽ ഹാവ് അറ്റ് ദി എൻഡ് ഓഫ് ദി 5th year. അങ്ങനെ 5 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപ തിരികെ കിട്ടും? അപ്പോൾ 2000 രൂപ ഓരോ വർഷവും നിക്ഷേപിക്കുകയാണ്. 5% ഇൻട്രസ്റ്റ്. 5 വർഷത്തിന് ശേഷം അയാൾക്ക് എത്ര എമൗണ്ട് ലഭിക്കും എന്നാണ്. ഇവിടെ 30 എന്നുള്ളത് നമ്മൾ എന്തില്ല, ചോദ്യത്തിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് തുടർച്ചയായിട്ട് എന്തുണ്ട്, അത് 30 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം ഇക്വേഷൻ നമ്മൾ മുകളിൽ നൽകിയ ഇക്വേഷൻ പ്രകാരം ചെയ്യാം. അതല്ല നമുക്ക് ആനുറ്റി ടേബിളിൻ്റെ സഹായത്തോടു കൂടി, കോമ്പൗണ്ടിൻ്റെ ടേബിളിൻ്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ഓരോ വർഷവും 2000 ആണ്. ഇനി എന്ത് ചെയ്യാം, ചില വർഷങ്ങൾ 2000 ആവും, ചില വർഷങ്ങൾ 3000, അങ്ങനത്തെ ചോദ്യങ്ങളും വരാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടേബിൾ വെച്ചിട്ട് ചെയ്യലാണ് ഇക്വേഷനിൽ വേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ആണ്. അത് നമ്മൾ ഫസ്റ്റ് എൻഡ് ഓഫ് ഇയർ ആണ്, 5 വർഷമാണ് അല്ലേ? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. ദെൻ സെക്കൻഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ആണ്. ഓരോ വർഷവും 2000 രൂപയാണ്. അങ്ങനെ 5 വർഷത്തെയും 2000 രൂപ ഇത്. നെക്സ്റ്റ് കോളം നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ട് ആണ്. നമുക്ക് കാണുന്നത് 5 വർഷത്തിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ 5ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരെ തിരിച്ചാണ് കേട്ടോ. 4, 3, 2, 1, 0. അപ്പോൾ അവിടെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉള്ളൂ, കറക്റ്റ് 5 വർഷത്തിൻ്റെ കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി 6 വർഷമാണെങ്കിൽ എങ്ങനെയൊക്കെ വരും അല്ലേ? ഫസ്റ്റ് നമ്മൾ 5 എന്ന് എഴുതും, പിന്നെ 4 എന്ന് എഴുതും, പിന്നെ 3 എന്ന് എഴുതും, പിന്നെ 2 എന്ന് എഴുതും, പിന്നെ 1 എന്ന് എഴുതും, 0 എന്ന് എഴുതും. ഇനി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടറാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരുന്നു ചോദ്യത്തില്? 5% അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് വാല്യൂ ടേബിൾ വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം. ഇവിടെ ശ്രദ്ധിക്കുക, കോമ്പൗണ്ട് വാല്യൂ ടേബിളിൻ്റെ കോമ്പൗണ്ട് സം ഓഫ് 1 rupee. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങളുടെ ബുക്കിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഒരു ടേബിൾ ഉപയോഗിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഡിസ്കൗണ്ടിങ് ടേബിളും ഉണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ പല ഭാഗത്തും ഈ ഒരു പേപ്പറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിള് പ്രിൻ്റ് എടുക്കാണ്ട്
ഒരു കോമ്പൗണ്ട് വാല്യൂ ടേബിളും 2 ഡിസ്കൗണ്ടിങ് ടേബിളും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 5% അല്ലേ? അപ്പോൾ 5% നമുക്ക് നോക്കാം. 5% ഉള്ളത്. അപ്പോൾ നമ്മൾ 5% വരുന്നത് ഇതാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വർഷം നമുക്ക് നേരെ തിരിച്ചാണ് 4 വർഷത്തിൻ്റെ ആണ് എടുക്കേണ്ടതില്ല. 4 വർഷത്തിൻ്റെ ആണ്. ഫസ്റ്റ് 4 വർഷമാണ്. അതായത് ഇവിടെയാണ് വരിക. അപ്പോൾ 4ാമത്തെ വർഷം 1.216, 3ാമത്തെ വർഷം 1.158, ദെൻ നെക്സ്റ്റ് 1.103, 1.05. ഇത് നേരെ തിരിച്ചൊക്കെ നമുക്ക് എഴുതാട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ എടുക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഇങ്ങോട്ട് എഴുതുന്നു. ഫസ്റ്റ് 4ാമത്തെ വർഷത്തിൻ്റെ, ദെൻ 3ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 1ാമത്തെ വർഷം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നേരെ തിരിച്ച് ഇങ്ങനെ എഴുതാം. ആദ്യം 0ൻ്റെ കണ്ടാൽ മതി. ഓക്കെ അല്ലോ. 0ക്ക് ഇവിടെ ശ്രദ്ധിക്കുക, 1 ആയിരിക്കും. ഈ ഒരു കാര്യം എടുക്കാം. നമ്മൾ 0ൻ്റെ ഇതിലുണ്ടാവില്ല, 1 മുതലായിരിക്കും. 0ൻ്റെ 1 ആയിരിക്കും. അതെല്ലാവരും ആ ടേബിളൊന്ന് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാവും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? എമൗണ്ട് ഇൻറ്റു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? FE കിട്ടും. അപ്പോൾ 2000 ഇൻറ്റു 1.216, 2432 കിട്ടും. ദെൻ 2000 ഇൻറ്റു 1.158. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫ്യൂച്ചർ വാല്യൂ എത്ര കിട്ടുന്നുണ്ട്? 11,054 എന്ന് കിട്ടും. ആൻസർ വളരെ എളുപ്പമാണ്. ദെൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? 5.527 ആണ്. ഇൻറ്റു 2000 എന്ന് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു 11,054 എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ അല്ലോ. നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ രാജൻ ഇൻവെസ്റ്റ് 1000, 2000, 2500, 3000, 4000 ആൻഡ് 4500 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയർ. അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ വർഷത്തിൻ്റെയും ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വ്യത്യസ്തമാണ്. കാൽക്കുലേറ്റ് കോമ്പൗണ്ട് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് 6 ഇയർ കോമ്പൗണ്ടഡ് ആനുവലി വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%. അപ്പോൾ 6 വർഷത്തിൻ്റെ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. 6 വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടും എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ മാർക്ക് ഈ ടേബിൾ വരക്കാം. ഫസ്റ്റ് എൻഡ് ഓഫ് ദി ഇയർ 6 വർഷമാണ്. 6 വർഷം കാണിച്ചു. ദെൻ ഓരോ വർഷത്തിൻ്റെയും എമൗണ്ട്. ഫസ്റ്റ് വർഷം 1000 ആണ്, സെക്കൻഡ് വർഷം 2000 ആണ്, തേർഡ് വർഷം 2500 ആണ്, ഫോർത്ത് വർഷം 3000 ആണ്, ഫിഫ്ത്ത് 4000 ആണ്, സിക്സ്ത്ത് 4500 ആണ്. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് ഇവിടെ 6 വർഷമാണ് അല്ലേ? ഫസ്റ്റ് 5, ദെൻ 4, 3, 2, 1, 0. ഇനി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫാക്ടർ കാണാം ടേബിൾ വെച്ചിട്ട്. ഓക്കെ അല്ല, നമുക്ക് നേരെ ഇങ്ങനെ ചെയ്തിട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ എഴുതാണ് അല്ലേ? ഫസ്റ്റ് 0ൻ്റെ എഴുതാം. 0ൻ്റെ എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ 1, 2, 3, 4, 5 അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പെർസെൻറ്റേജ് നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇവിടെ ഇൻട്രസ്റ്റ് 8% ആണ്. അപ്പോൾ 8% എന്ന് എടുക്കാം. 8% അല്ലേ? അതിൽ നമുക്ക് 5 വർഷത്തിൻ്റെ ആണ്. 5 വർഷം വരുമ്പോൾ ഇവിടെ വരും 1.469, ദെൻ 1.360. അതെന്ത് ചെയ്യുന്നു? നമ്മളിങ്ങോട്ട് എടുത്തെഴുതുന്നു. ഓക്കെ ആണല്ലോ. ഇനി എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫാക്ടറും തമ്മിൽ ഗുണിക്കുന്നു. ഇങ്ങനെ ഗുണിക്കുന്നു. ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുന്നു. ദെൻ അപ്പോൾ നമുക്ക് FE കിട്ടുന്നു. അങ്ങനെ 19,657 ആൻസർ കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് കോമ്പൗണ്ട് ഫാക്ടർ കാണാൻ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കാണാനുള്ള പല മെത്തേഡ്സും നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ സിമ്പിൾ പ്രോബ്ലംസ് ആണ്.
ഇത്തരം പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരില്ല എന്നല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. എങ്കിലും ചെറിയ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.